വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽദാതാക്കളുടെ യോഗം പാലക്കാട് ചേർന്നു. മന്ത്രി എം വി രാജേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഏറ്റവും അധികം തൊഴിൽ സൃഷ്ടിക്കുന്ന ജില്ലയായി പാലക്കാടിനെ മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. കേരള നോളജ് ഇക്കോണമി മിഷൻ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽദാതാക്കളുടെ യോഗമാണ് പാലക്കാട് നടന്നത്. പാലക്കാട് ജില്ലയിലെ വ്യവസായ വ്യാപാര സംഘടനാ പ്രതിനിധികൾ, സംരംഭകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തൊഴിലാളികളെ ലഭ്യമാക്കാൻ വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു. വളരെ വലിയ റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് രണ്ട് ഭാഗത്തു നിന്നും, എന്ന് പറഞ്ഞാൽ തൊഴിൽദായകരിൽ നിന്നും ഒപ്പം തൊഴിൽ അന്വേഷകരായിട്ടുള്ള സ്ത്രീകളിൽ നിന്നും. അതിഥി തൊഴിലാളികളുടെ വരവ് കുറഞ്ഞിട്ടുണ്ട്. പല കാരണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ തൊഴിലെടുക്കുന്നവരെ ആവശ്യമുണ്ട്. യുവജനങ്ങളുടെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും വിജ്ഞാന കേരളം പദ്ധതി ഒരു വലിയ കാൽവെപ്പാണെന്ന് പദ്ധതി ഉപദേഷ്ടാവ് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ഒരു കാര്യം ഞാൻ ഉറപ്പു നൽകുന്നു. We won't infringe upon employees' freedom in any manner. Choice is yours. നിങ്ങൾക്ക് ഒരാളെ വേണമെങ്കിൽ ഒരാളെ കൊണ്ടു തരികയല്ല, നിങ്ങൾക്ക് 3 പേരെ തരും. ഇഷ്ടമുള്ള ആളെ എടുക്കാം. ഇനി കുടുംബശ്രീയുടെ സഹായമൊന്നും വേണ്ട, എനിക്കറിയാം ഇവിടെ വീട്ടിനടുത്ത ആളുണ്ട്, എടുത്തോളൂ. നാട്ടിൽ ഒരാളെടുക്കാൻ മാത്രം അഭ്യർത്ഥിക്കുന്നു. എടുത്തു കഴിഞ്ഞാൽ എന്ത് പരിശീലനം നൽകണോ നൽകാം. ആദ്യ തൊഴിൽമേള ഈ മാസം 27-ന് നടക്കും. യോഗത്തിൽ എ പ്രഭാകരൻ MLA, ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, അസിസ്റ്റന്റ് കളക്ടർ രവി മീണ, വിജ്ഞാന കേരളം ഉപദേഷ്ടാവ് ഡോക്ടർ P സരിൻ, ജില്ലാ കോർഡിനേറ്റർ കല്യാണ കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പാലക്കാട്.